പത്തനംതിട്ടയിലും കനത്ത മഴ തുടരുകയാണ്. കോന്നി അരുവാപ്പുലം നെല്ലിക്കപ്പാറയിൽ ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയമുണ്ടാകുന്നു. മലയോര മേഖലയിൽ കനത്ത മഴ ശക്തി പ്രാപിക്കുകയാണ്. കക്കട്ടാർ ആറിലെ ജലനിരപ്പ് ഉയരുന്നു. സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, പത്തനംതിട്ടയിലും സമാനമായ സാഹചര്യമാണ്. പലയിടങ്ങളിൽ നിന്നും ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. ഉരുൾപൊട്ടി എന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? സിന്ധുരി, പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായ റാന്നി കോന്നി മേഖലയിലാണ് ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മഴക്കെടുതിയും ബാധിച്ചിരിക്കുന്ന. റാന്നിയിൽ ഇപ്പോൾ റാന്നി ഇട്ടിയപ്പാറ ടൗൺ ആണ് റാന്നി പ്രധാനപ്പെട്ട നഗരം എന്ന് പറഞ്ഞത്. അവിടെ വെള്ളം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലാണ്. ഏതാണ്ട് 2.5-3 മണിക്കൂറിനുള്ളിലാണ് റാന്നി ഈ ഇട്ടിയപ്പാറ ടൗൺ ഒക്കെ തന്നെ മുങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ശബരിമല റൂട്ടായിരിക്കുന്ന പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പല മേഖലയിലും ഇപ്പോൾ കോന്നിയിലേക്ക് വരുമ്പോൾ തണ്ണിത്തോട് തേക്കുതോട് റോഡിൽ മണ്ണിടിച്ചിട്ടുള്ളതാണ് ഗതാഗതം തടസ്സപ്പെടുകയും ആ മേഖലയിലേക്ക് പോയ രക്ഷാപ്രവർത്തനം പോയ പോലീസിനും ഫയർഫോഴ്സിനും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതിൽ കോന്നി പ്രധാനമായി കോന്നിയിൽ കൊക്കാത്തോട് ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായത് അതുമ്പുകുളത്താണ് അവിടെ ഉരുൾപൊട്ടുകയും ചില വീടുകൾക്ക് ഭാഗികമായി കേടുപാട് പറ്റിയെന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റാന്നി തന്നെയാണ് സമാനമായ രീതിയിൽ ജലനിരപ്പ് അതിവേഗത്തിൽ ഉയരുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പല ആളുകളും വീടിന്റെ മുകൾ ഭാഗത്തേക്ക് അഭയം പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനവും അതിനോടൊപ്പം തന്നെ പുരോഗമിക്കുന്നുണ്ട്. പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വനത്തിൽ ഉണ്ടായ ഉരുൾപൊട്ടലാണ് പമ്പയാറിലെയും കക്കാട്ടാറിന്റെയും തീരങ്ങളിലെ ജലനിരപ്പ് ക്രമാതീതമായി വളരെ വേഗത്തിൽ ഉയർന്നിരിക്കുന്നത്. ആളുകളോട് പറയുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ രാത്രിയോ 12 മണിക്കോ അല്ലെങ്കിൽ അങ്ങനെ 1 മണിക്കോ 2 മണിക്കോ ഒന്നും ഇല്ലാത്ത പ്രശ്നം ഒരു പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് രൂക്ഷമായി മാറിയെന്നാണ് പറയുന്നത്. റാന്നിയിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. പല ആളുകളെയും അവിടുന്ന് മാറ്റിപ്പറിപ്പിക്കുന്ന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. കോന്നിയിലും അങ്ങനെ തന്നെയാണ്. കൊക്കാത്തോടെന്ന ചെറിയ ഗ്രാമം ഒറ്റപ്പെട്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഊഴിയാറിലും പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുള്ള വീടുകളിൽ. അതുപോലെ മറ്റൊരു മേഖലയാണ് സീതത്തോട് വരുന്നത്. സീതത്തോട് പഞ്ചായത്ത് റാന്നിയിലെ മലയോര മേഖലയാണ്. ആ സീതത്തോട് പഞ്ചായത്തിലും ശക്തമായി മഴ പെയ്യുകയാണ്. അവിടെയും പല വീടുകളിലും വെള്ളം കയറി. കക്കാട്ടാറിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. റാന്നി വരുമ്പോൾ പമ്പയാറിന്റെ തീരത്താണ്. പമ്പയാറിലും അവിടെ ചെറുകോൽപ്പുഴ റാന്നി റൂട്ടിലേക്കുള്ള പഴഞ്ചേരിക്ക് പോകുന്ന ഭാഗത്ത് റോഡ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. റാന്നിയുടെ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗതം സ്തംഭിക്കുന്നു. അതിനൊപ്പം വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ഏറ്റവും അപകടം എന്ന് പറയുന്നത് അതിവേഗത്തിലാണ് ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. എന്നാലും മഴ അല്പം ശമനമുള്ളത് ആശ്വാസമാണ്. എന്നാലും മഴ പെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ ഇതിന്റെ അപകട സാഹചര്യം എത്രത്തോളം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ.